അങ്ങനെ നമ്മുടെ നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. 1 കിലോമീറ്ററോളം ഇനി നടക്കണം, എങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. കാട്ടുപാതയാണ് കേട്ടോ, കാട്ടിലൂടെ വേണം നടന്നു പോകാനായിട്ട്. ഇതെങ്ങനെയാണ് എത്തി മോനെ? ഈശ്വര, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. തുടങ്ങി, മറ്റോ തുടങ്ങി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ദിണ്ടുഗൽ ജില്ലയിലാണ്. എന്തായാലും ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് വേലായുധംപട്ടി എന്നാണ്. ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ നമുക്കിവിടെ ഗ്രാമത്തിനോട് അനുബന്ധിച്ച് കാണാനിടയായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഒരുപാട് കുതിരകൾ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് അയ്യനാർ ക്ഷേത്രമാണ്. അയ്യനാർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കുതിരകൾ തന്നെയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയതും പഴയതുമായിട്ടുള്ള ധാരാളം കുതിരകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. കുതിര മാത്രമല്ല, അതോടൊപ്പം തന്നെ നായ്ക്കളും കാളകളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നായ്ക്കളെയും കാളകളെയും അതോടൊപ്പം തന്നെ കുതിരകളെയൊക്കെ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നേർച്ചയായിട്ട് ഗ്രാമവാസികൾ നൽകുന്നതാണ്. ഇനി നമുക്ക് ഈ കുതിരകൾ അല്ലെങ്കിൽ കാളുകൾ, നായ്ക്കളൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യനാർ ക്ഷേത്രങ്ങളുള്ള ഓരോ ഗ്രാമങ്ങളിലെ ഗ്രാമവാസികൾ അവരുടെ പുരോഗതിക്കും അതോടൊപ്പം തന്നെ ആയുറായുസിനും കൂടാതെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് കുതിരകളെയും നായ്ക്കളെയും കാളകളെയും ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നായ്ക്കളെന്ന് പറയുന്നത് ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. കുതിരകളും കാളുകളും ആയുരാരോഗ്യത്തിനും അതോടൊപ്പം തന്നെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമവാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, ഇതിനോട് ചേർന്ന് തന്നെ കുറേ മണികൾ തൂങ്ങിക്കിടപ്പുണ്ട്. ഈ മണികളും ഇതുപോലെ സമർപ്പിക്കാറുണ്ട്. നമുക്കിവിടെ കാണാം പഴയതും പുതിയതുമായിട്ടുള്ള ധാരാളം ശില്പങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനത്തെ കുതിരകളും കാളുകളും നായ്ക്കളും പുതിയത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പഴയതാകുന്നത് ഇത് പുറകോട്ട് വെച്ച് അടുക്കി അങ്ങനെ പുറകോട്ട് പോവുകയാണ്. ധാരാളം കുതിരകളും കാളകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പഴകം തോറും ഇതിനെ പുറകോട്ട് മാറ്റുകയും ഓരോ വർഷം പുതിയതായിട്ട് വരുന്നത് ക്ഷേത്രത്തിനോട് ചേർത്ത് അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് പുതിയ ശില്പങ്ങളാണ്. നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് മനോഹരമായി ഇരിക്കുന്ന ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനിയിപ്പോൾ മഴയും വെയിലൊക്കെ കൊണ്ട് ഇതിങ്ങനെ ഇരിക്കും. അടുത്ത വർഷം ആകുമ്പോഴത്തേനും പുതിയ ശില്പങ്ങൾ വരുമ്പോഴത്തേനും ഈ കാണുന്ന കുതിരകളെയും കാളകളെയൊക്കെ പുറകിലേക്ക് മാറ്റും. അങ്ങനെയാണ് പുറകിലിരിക്കുന്ന ആ കുതിരകളൊക്കെ പഴയതായി മാറുന്നത്. അത് പിന്നീട് അവർ ഉപയോഗിക്കില്ല കേട്ടോ. അത് അവിടെ കിടന്ന് ഇങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് മറ്റിടങ്ങളിലേക്കൊന്നും അവർ മാറ്റുന്നില്ല. ഈ ഒരു സ്ഥലത്ത് തന്നെ അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്കറിയാൻ കഴിഞ്ഞത്, എല്ലാ അയ്യനാർ ക്ഷേത്രത്തിലും ഓരോ വർഷം കൂടുമ്പോഴത്തേനും ഇതുപോലെ ശില്പങ്ങൾ മാറ്റില്ല. ഓരോ ഗ്രാമത്തിനും അവരവരുടെ സാമ്പത്തികത്തിന് അനുസരിച്ചിട്ടാണ് ഈ കുതിരകൾ മാറ്റുന്നത്. അപ്പോൾ 3 വർഷം കൊണ്ട് ഇതുപോലത്തെ ശില്പങ്ങൾ മാറ്റുന്ന ഗ്രാമങ്ങളുണ്ടാകാം. അതോടൊപ്പം തന്നെ ഓരോ വർഷവും ഇതുപോലത്തെ ശില്പങ്ങൾ മാറ്റുന്ന ഗ്രാമങ്ങളുണ്ടാകാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് പിരിവെടുത്തിട്ടാണ് ഈ കാണുന്ന വലിയ ശില്പമായിട്ടുള്ള കുതിരകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ചയായ അയ്യനാർ കോവിലിലെ അല്ലെങ്കിൽ അയ്യനാർ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വേലായുധംപട്ടി എന്ന ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ആൻ്റെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻ്റെയോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം നമ്മളിനി ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. നമ്മളിനി പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ്. ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന, വീടുകൾ മാത്രമല്ല ഈ ഗ്രാമത്തിലെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നതാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം കണ്ട കൃഷിയൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പുളിയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എമ്പാടും പുളിമരങ്ങൾ കാണാം. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് പുളിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമുക്കിനി ഗ്രാമത്തിലേക്ക് പോയിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് നമുക്ക് ഈ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഗ്രാമം പോലെയല്ല. അടുത്തടുത്ത് വീടുകളൊന്നുമില്ല. കുറച്ച് ദൂരെയായിട്ടാണ് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഭാഗങ്ങളിൽ പുളി ഉണ്ടാവും. കുറച്ച് പുളിയുടെ ചുവട്ടിൽ ഒരു കുടുംബം താമസിക്കും. പിന്നെ അടുത്ത കുടുംബം കുറച്ച് മാറിയിട്ടൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ചെറിയ ചെറിയ തോട്ടങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് പുളിയാണ്. പുളിയെ ആശ്രയിച്ചിട്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് പുളി തന്നെയാണ്. അങ്ങനെ വേലായുധംപട്ടി എന്ന ഗ്രാമത്തിലെ തോട്ടത്തിനുള്ളിലെ ഒരു വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അയ്യാനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അയ്യയുടെ പേര് രാജൻ. നാച്ചൻ. ஓகே ஓகே. இங்கே எல்லாம் புளிதா விவசாயம் பண்ணிட்டு இருக்கு. புளி விவசாயம், தோட்டத்து விவசாயம். இது இங்கிட்ட தான் புளியமரம். അല്ല ഇங்கே വന്ന പുളി മട്ടും தான். உங்க ஏரியா தான் കേരളം വന്നിട്ട് തരും. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാണ് വരുന്നത്. ഇതാദ്യം പോകുന്നത് ഏതെങ്കിലും ഹോൾസെയിൽ മാർക്കറ്റിലേക്കായിരിക്കും. പിന്നെ അവിടെ നിന്നാണ് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് നേരിട്ട് വന്ന് പുളിയൊന്നും എടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. ഇവരിങ്ങനെ ഹോൾസെയിലായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക്, തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് വിൽക്കുകയും അത് പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തി അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് വന്ന് ഒരു സാക്ക് റേറ്റ് கிடைக்குமா? 10 കിലോ ഒരു സാക്ക്. அந்த 10 കിലോ நீங்கள் எவ்வளோ மணி கிடைக்கும்? ப்ரைஸ் எவ்வளோ கிடைக்கும்? சொந்த மரம்னா பிரச்சனை இல்லை. അപ്പോൾ ഒരു ചാക്ക് വന്ന് 1200 കിടക്കും. 1200. അപ്പോൾ അയ്യ പറയുന്നത് ഒരു ചാക്ക് പുളി കൊടുത്തു കഴിഞ്ഞാൽ 1200 രൂപയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പൊട്ടിച്ചിട്ട് അതേപടി ചാക്കിലാക്കി നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1200 രൂപ കിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്ന പുളിമരത്തിൽ നിന്ന് പുളി പറിച്ച് അത് വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ തൊണ്ട് പൊളിച്ച് അതിൽ നിന്ന് കുരു വേർതിരിച്ച് പുളി മാത്രം ചാക്കിൽ നിറച്ചെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ പറയുന്ന 1200 രൂപ കിട്ടുള്ളൂ. വെറുതെ പോയിട്ട് പുളി പറിച്ച് ചാക്കിൽ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1200 രൂപ കിട്ടില്ല. അതാണ് നമ്മോട് അയ്യ പറഞ്ഞത്. അപ്പോൾ നല്ല അധ്വാനമുള്ളൊരു പണി തന്നെയാണ്. ഇത് പറിക്കുന്നത് തന്നെ നല്ലൊരു അധ്വാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇവരിങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഇതിലൂടെയൊക്കെ നടന്ന് അവരവരുടെ പുളിന്തോട്ടത്തിൽ നിന്ന് പുളിയൊക്കെ പറിച്ച് വെയിലത്തിട്ട് ഉണക്കി തല്ലി ചതച്ച് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു ചാക്കിന് 1200 രൂപ കിട്ടുകയുള്ളൂ. അങ്ങനെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പുളിയിൽ നിന്ന് പുളിങ്കുരു വേർതിരിക്കുന്നത്. ഇദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് സ്വന്തമായിട്ട് തോട്ടമുള്ള ആൾക്കാർക്ക് അധികം നഷ്ടമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ലാഭമാണ് കിട്ടുക. എന്നാൽ കൂലിക്കും അതോടൊപ്പം തന്നെ പാട്ടത്തിനൊക്കെ പോയിട്ട് തോട്ടം എടുത്ത് ഇതുപോലെ പുളി പറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം ലാഭമില്ല എന്നാണ് അയ്യ നമ്മളോട് പറഞ്ഞത്. സ്വന്തമായിട്ട് തോട്ടം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപജീവനത്തിനുള്ള മാർഗം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഓ ഇത് വന്ന് വെള്ള ഇത് വന്ന് റേറ്റ് കമ്മി ആയിടുമോ കൂട് വരും? ഇത് ഉള്ള എന്താ കളർ വന്നിടും? கருப்பு வந்துடுமா? ஆமா, கருப்பு வந்துருந்தா கம்மியாயிடும். ஏன் அந்த மாதிரி வந்துட்டு இருக்கு? ஒவ்வொரு மரத்தை பொறுத்து இருக்கு. ஓ சரி சரி. இப்போ எல்லா மரமும் வெள்ளை கிடைக்காது. விதை நம்ம விதை மூணு வைக்கிறோம்ல, நல்ல மரத்தை எதாவது வச்சா வெள்ளை அடைக்கும். ഓ ശരി ശരി ശരി. கொஞ்சம் கட்டாவதை வச்சோம்னா கொஞ்சம் മോശം இருக்கும். ഓ അപ്പോൾ ഇനിയൊരു കാര്യം കൂടെ പറയാം കേട്ടോ. പുളിമരത്തെക്കുറിച്ച് ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു തവണയാണ് ഇത് കായ്ക്കുന്നത്. ആ സമയത്ത് ചിലപ്പം നല്ല കായ്ഫലം കിട്ടാം, ചിലപ്പം ഒട്ടും തന്നെ കിട്ടിയെന്ന് വരില്ല. എന്തായാലും ഒട്ടും കിട്ടാതിരിക്കില്ലെന്ന് പറഞ്ഞു. ഓരോ വർഷവും ലാഭമോ നഷ്ടമോ എന്നൊന്നും എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ലാഭം വരും, ചിലപ്പോൾ നഷ്ടം വന്നേക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പുളി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ കാണുന്ന പുളി ഉണ്ടല്ലോ, ഈ പുളിക്കകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ഒരു പുളിങ്കുരു അദ്ദേഹം എടുത്ത് കാണിച്ച്, പുളിങ്കുരു എടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ ഈ കാണുന്ന ഭാഗം വെള്ള കളറാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ഭാഗം കറുത്തായിരിക്കുന്നതെങ്കിൽ അതിന് ക്യാഷ് കുറവായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞു. ക്യാഷ് കിട്ടും, പക്ഷേ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നല്ല വെള്ള നിറമുള്ള പുളിയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാവും ഓരോ വർഷവും, ഇല്ലെങ്കിൽ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. അതൊരു കാര്യം. ഇനിയിപ്പം ഇവരുടെ വരുമാനത്തെക്കുറിച്ച് പിന്നെ ഞാൻ ചോദിച്ചു, എല്ലാ വർഷവും എല്ലാ ദിവസവും പുളി കിട്ടില്ലല്ലോ. ഒരു വർഷത്തിൽ ഒരു സമയത്താണ് അവർ പുളി പറിക്കുന്നത്. ഇപ്പോൾ പുളി പറിക്കുന്ന ഒരു സമയമാണ്, ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിച്ചേർന്നത്. അത് കഴിയുമ്പം ഇദ്ദേഹം എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. കാരണം പുളിയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെളിനാട്ടിലേക്ക് പോകും. അതായത് പുറത്ത് ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് കൂലിവേല ചെയ്യും. എന്തെങ്കിലും കൃഷിത്തോട്ടങ്ങളിലോ മറ്റെന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് പോയിട്ട് അങ്ങനെ വരുമാനം ഉണ്ടാക്കിയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുളിയുള്ള സമയത്ത് ഇവരുടെ നാട്ടിൽ നിന്ന് ഈ പുളി പറിച്ച് ഉണക്കി പുറത്ത് വിറ്റ് അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തും. അല്ലാത്ത സമയത്ത് പുറം നാട്ടിൽ പോയിട്ട് ജോലി ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഈ കൃഷിക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. കുറേ സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേനും കൃഷിക്കാർ നല്ല ലാഭമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ഉള്ളിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഇതുപോലത്തെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, തോട്ടം വെച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നഷ്ടമായിരിക്കും പൊതുവെ. ഒരുപാട് ലാഭം ഇവർക്ക് ഇതിൽ നിന്നൊന്നും ലഭിക്കുന്നൊന്നുമില്ല. താൽക്കാലികമായിട്ട് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമേ എടുത്തു പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയ വലിയ തോട്ടങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ലാഭം ഉണ്ടായിരിക്കും. ചെറിയ രീതിയിൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ പോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ തോട്ടം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ വെച്ചിട്ട് മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അയ്യായോട് സംസാരിച്ചതിന് ശേഷം ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. അങ്ങനെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് മറ്റൊരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വീട് മാത്രമല്ല,
ഒരു ചെറിയൊരു കോമ്പൗണ്ട് കെട്ടി അങ്ങനെ അവർ തിരിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്നുണ്ടോ, ഇതുപോലത്തെ മുള്ളുവേലികൾ കൊണ്ടിങ്ങനെ കോമ്പൗണ്ട് കെട്ടി ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറുമ്പോഴേ നമ്മൾ കാണുന്നത് ഒരമ്മച്ചി അവിടെ ഇരുന്ന് പുളിയിൽ നിന്ന് തൊണ്ട് വേർതിരിക്കുന്നുണ്ട്. തെങ്ങിൻ്റെ മടൽ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ തല്ലി ആ തൊണ്ട് വേർതിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, ഇടയ്ക്ക് അവർ പുളിങ്കുരുവും വേർതിരിക്കുന്നുണ്ട്. പുളിങ്കുരു എങ്ങനെയാണ് പുളിയിൽ നിന്ന് വേർതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ അടിച്ചടിച്ച് അത് വേർതിരിക്കുന്നത്. ഇങ്ങനെ അടിക്കുമ്പോഴത്തേനും പുളിങ്കുരു അങ്ങനെ തെറിച്ചു പോകും. ആ ഒരു സമയത്ത് അവരിങ്ങനെ പുളിങ്കുരു മാറ്റി വെക്കുകയും പുളി പ്രത്യേകിച്ച് മാറ്റി വെക്കുകയും ചെയ്യും. അങ്ങനെ ആ ഒരു പുളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാക്കിൽ നിറച്ച് ഇവർ പുറത്ത് വിൽക്കുന്നത്. അതിനാണ് 1200 രൂപ ഒരു ചാക്കിന് അവർക്ക് കിട്ടുന്നത്. എന്തായാലും അമ്മച്ചി ഇവിടെ ഇരുന്ന് പുളിയിൽ നിന്ന് തൊണ്ടും അതോടൊപ്പം തന്നെ പുളിങ്കുരും ഒക്കെ വേർതിരിക്കുന്ന കാഴ്ചയും കാണാം. പിന്നെ കോമ്പൗണ്ടിനുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് ചെറിയ വീടാണ്. വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഷെഡ്. ആ ഒരു ഷെഡിനകത്താണ് അമ്മച്ചിയും അമ്മച്ചിയുടെ കുടുംബവും താമസിക്കുന്നത്. അയ്യ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അദ്ദേഹം പുളി പറിക്കാനായിട്ട് തോട്ടത്തിലേക്ക് പോയിരിക്കാമെന്ന് പറഞ്ഞു. തോട്ടത്തിൽ ഏതോ ഒരു ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് പുളിയൊക്കെ പറിച്ച് ഇവിടെ അമ്മച്ചിയെ കൊണ്ട് കൊടുക്കുന്നത്. അമ്മച്ചി അതിങ്ങനെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അമ്മച്ചിയുടെ ജോലി. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ഷെഡിനോടൊപ്പം ചെറിയ 1-2 മറ്റ് ഷെഡുകളും കാണാൻ കഴിഞ്ഞു. അത് ആടുകളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ആടുകളെ മാത്രമല്ല, പിന്നെ കൂടയിൽ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴീനെയൊക്കെ കാണാൻ സാധിച്ചു. ഇതൊക്കെ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ, ആട് വളർത്തലും അതോടൊപ്പം തന്നെ കോഴികളെ വളർത്തുന്നതൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന മുള്ളുവേലിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ മുള്ളുവേലികളൊന്നും ഇപ്പോൾ കാണാനില്ല. പണ്ട് നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് പോയ സമയത്ത് ഇതുപോലത്തെ മുള്ളുവേലിയൊക്കെ കണ്ടിരുന്നു. അവിടെ മാത്രമാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ മുള്ളുവേലിയുള്ള മതിൽ കണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയും അതേ രീതിയിലുള്ള മുള്ളുവേലികൾ കൊണ്ട് നിർമ്മിച്ച ഒരു മതിൽ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഗ്രാമത്തിലൂടെയൊക്കെ യാത്ര ചെയ്തെങ്കിലും ഇങ്ങനെ മുള്ളുവേലികളാൽ നിർമ്മിതമായിട്ടുള്ള വേലിക്കെട്ടുകളൊന്നും നമ്മൾ ഒരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ രീതിയിലുള്ള വേലിക്കെട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മളെ വളരെ സന്തോഷപ്പെടുത്തി ഒരു പഴമയിലേക്ക് നമ്മൾ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഒരു മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണിത്. പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ചെറു ഗ്രാമമാണ്. പിന്നെ നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ ഷെഡല്ലേ, ഇവരെങ്ങനെയാണ് ഇതിനകത്ത് താമസിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഈ ഒരു ടൈപ്പ് വീടാണ്. അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അവസ്ഥ നമുക്കറിയാം, നല്ല ചൂടായിരിക്കും. ഒന്നാമത് ഇവിടെ നല്ല ചൂടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അഥവാ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതുപോലത്തെ ഓലമേഞ്ഞ വീടുകളോ അതോടൊപ്പം തന്നെ സിമെൻറ്റ് ഷീറ്റുകളൊക്കെ ആണെങ്കിൽ അത്ര ചൂട് അവർക്ക് അനുഭവപ്പെടുകയില്ല കേട്ടോ. സിമെൻറ്റ് ഷീറ്റിൽ കുറച്ച് ചൂട് അനുഭവപ്പെടുമായിരിക്കും. പക്ഷേ അവർ അതിന് ഉപാധിയായിട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പനയുടെ ഓലയും അവരിങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ആടുകളുടെ കൂടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വെള്ളം താഴേക്ക് വീഴാതിരിക്കാനായിട്ട് ടാർപോളിൻ ഷീറ്റ് വെച്ച് ഇങ്ങനെ മറച്ചിട്ടുമുണ്ട്. അപ്പോൾ ആടുകൾക്കും ഈ പറഞ്ഞ രീതിയിൽ അധികം ചൂടേക്കില്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ താമസിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീടുകൾ ഇതുപോലെ ഉള്ളിലുള്ള ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരൊക്കെ വീട് വെച്ച് നല്ല വീടൊക്കെ വെച്ച് AC ഒക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാലും കൂടുതലും ആൾക്കാർ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മളങ്ങനെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒരു അയ്യ വന്ന് നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണെന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്, ഇവിടെ ഈ ഗ്രാമമൊക്കെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് പോവാ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. നല്ല ചൂടല്ല എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ചൂടാണ്, വെള്ളം ഞങ്ങളുടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു നല്ല വെള്ളമാണ്, നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ച് നമ്മളിങ്ങനെ വെള്ളമൊന്നും വാങ്ങിച്ച് കുടിക്കുകയില്ലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി വെള്ളം തന്നേരെ കുടിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വെള്ളം കൊണ്ട് നമുക്ക് തന്നിരിക്കുകയാണ് കേട്ടോ കുടിക്കാനായിട്ട്. എന്തായാലും ഇവരുടെ നാട്ടിൽ വന്നിട്ട് വെള്ളം കുടിച്ചില്ല പിന്നെ മോശമല്ല അവർ പറഞ്ഞിട്ട്. എന്തായാലും ഇച്ചിരി വെള്ളം കുടിക്കാം. நல்ல தண்ணி குளம் அருவி தண்ணி இது பூரா. ஓ கரந்தமலை தண்ணி. അങ്ങനെ അയ്യായിരം നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. നടക്കുമ്പോഴേ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മുന്നേ കണ്ടതുപോലെ തന്നെ ഓല മേഞ്ഞ വീടാണ് കണ്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാചകം ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ സാധിക്കും. 2 അടുപ്പിരിപ്പുണ്ട്, പിന്നെ വെള്ളം ഇരിപ്പുണ്ട്. ഇതിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് വെള്ളം തന്നത്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് അരി ഇരിപ്പുണ്ട് ചാക്കിൽ നിറച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ പുളി ഇതിൻ്റെ മാതിരിയാ. ഓ இந்த மாதிரி போயிட்டே இருக்கும். കൈ അടിച്ച് പൊട്ടിക്കലെന്നാ. ഓ ശരി ശരി, ഓക്കെ. ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പേ അമ്മച്ചി പുളിങ്കുരു വേർതിരിക്കുന്നത് കണ്ടിരുന്നു. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര
ഈസി അല്ല. നിങ്ങൾ പറയുന്നത് കുറച്ച് ദിവസം നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പഠിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ നല്ല സ്പീഡിൽ ചെയ്യും കേട്ടോ, കാരണം ഇവർ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് 2 കഴിഞ്ഞു. ഞാനിവിടെ ഒരെണ്ണം ചെയ്യാൻ പറ്റും പാട്. ആ അടിപൊളി എന്താ മാതിരി. ആ ഓക്കെ ഓക്കെ. தண்ணி தொட்டுக்கிறேன்னு കാഞ്ചിട്ട് നല്ല. ഇനിയിപ്പോൾ 1 മാസം ഇവിടെ നിന്ന് പണിക്ക് കൂടിയാൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. എന്തായാലും കൊള്ളാം. ഓരോ നാട്ടിലും ഓരോരോ കാഴ്ചകളല്ലേ. എത്ര കാഴ്ചകളാണ് നമ്മൾ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത്. ഒരു ഗ്രാമത്തിൽ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഇതുപോലെ പുളി വേർതിരിക്കുന്നു, പുളി പറിക്കുന്നു. അങ്ങനെ എത്ര ഭംഗിയുള്ള കാഴ്ചകളാണ് ഓരോ ഗ്രാമത്തിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. പുളി അവിടെ നിന്ന് വേർതിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും മുഴുവൻ ഇങ്ങനെ പുളിയുടെ തോട്ടമാണ് കേട്ടോ. എത്ര പുളികളാണ് നട്ടിരിക്കുന്നത് നോക്കി. ഇതിൽ നിന്നൊക്കെ പറിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് പുളി വേർതിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഈ ഫ്രെയിം കണ്ടല്ലോ, ഇത് നിർമ്മിച്ചിരിക്കുന്ന തടി കൊണ്ടാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയി കഴിയുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇത് മുഴുവനും ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ഫ്രെയിം കൊണ്ടാണ് ഇങ്ങനെ നെയ്തെടുക്കുന്നത്. എന്നാൽ ഇവിടെ തടിയും, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുണിയാണ്. തുണി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ കയറും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണിത് മെടഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിയേ എന്ത് ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന്. ഇതിപ്പോൾ കുറച്ച് പഴക്കമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇരുന്ന് നോക്കട്ടെ. അയ്യ പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് ഒരു കുഴപ്പമില്ലെന്ന്. എന്തായാലും കൊള്ളാം. കുറച്ച് നേരം ഇവിടെ ഈ പുളിമരത്തിൻ്റെ ചൂട്ടിൽ കിടന്ന് ഉറങ്ങിയാലോ. നല്ല ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ കരിഞ്ഞു പോകും. അമ്മാതിരി ചൂടാണ്. ഓരോ ചേട്ടന്മാർ വെള്ളം ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കാണാം. വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വെള്ളം കുടിക്കാൻ തന്നല്ലോ. ആ കുടിക്കാൻ തന്ന വെള്ളം ഏതൊരു മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഗ്രാമത്തിലൂടെ ബാക്കി നടത്തം തുടരാം. கோவில் இருக்குல்ல அங்கே அந்த இடம் தான் உள்ளே போகணுமா? சரி சரி. അങ്ങനെ നമ്മുടെ നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. 1 കിലോമീറ്ററോളം ഇനി നടക്കണം. എങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. കാട്ടുപാതയാണ് കേട്ടോ. കാട്ടിലൂടെ വേണം നടന്നു പോകാനായിട്ട്. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് പോകാം. അതാണ് ഈ ഒരു വഴിയുടെ പ്രത്യേകത. എന്താണ് മറ്റു മൃഗങ്ങളോ അല്ലെങ്കിൽ ജീവികളോ ഒന്നും ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലം എത്തിയതിന് ശേഷം പറയാം. അങ്ങനെ ഞാനും ആൻറ്റോയും നടത്തം ഇങ്ങനെ തുടരുന്നു കാട്ടിലൂടെ. ഒറ്റ വഴി പാത, ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതിയുള്ളൂ ഈ ഒരു വഴിക്ക്. ചുറ്റും കാടാണ് കേട്ടോ. ഒരു കിളിയുടെ സൗണ്ട് പോലും ഇല്ല. ആൻറ്റോ, കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെറിയൊരു മടുപ്പുണ്ടോ എന്നൊരു സംശയം. വണ്ടി അങ്ങോട്ട് കയറ്റം വലിക്കുന്നില്ല. 1 കിലോമീറ്റർ ഒന്നും അല്ല ആൻറ്റോ. ഗ്രാമവാസികൾ നമ്മളെ പറ്റിച്ചതാണോ എന്നൊരു സംശയം. ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മൾ പറയാറില്ലേ അത് തന്നെ, ഫസ്റ്റിലിട്ട് കയറണം. നമ്മൾ പറയാറില്ലേ, ആദ്യമായിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേനും ഒരുപാട് ദൂരമായിട്ടുള്ളതുപോലെ തോന്നും. ഇനി രണ്ടാമത് വരുമ്പോൾ ചിലപ്പം കുറച്ചുകൂടി ദൂരം കുറയുന്നതായിട്ട് തോന്നും. അങ്ങനെ 3ഉം 4ഉം തവണയാകുമ്പോഴത്തേനും പെട്ടെന്നെത്തി എന്നൊരു തോന്നലുണ്ടാവും. ആദ്യമായതുകൊണ്ടാവാം. അയ്യോ എൻ്റെ പൊന്നേ വേണ്ട, എൻ്റെ അമ്മേ. പിന്നെ ആൻറ്റോ, പേടിയുണ്ടെങ്കിൽ പറയണം കേട്ടോ. പേടിക്കേണ്ട കാര്യമാണല്ലോ നീ പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞെങ്കിലും പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഗ്രാമവാസികൾ പറഞ്ഞ പ്രകാരം ഇവിടെ ഒന്നും കാണാനായിട്ട് സാധ്യതയില്ല. ഇനിയിപ്പം പുറത്തുനിന്ന് വല്ല കാട്ടിൽ നിന്നും മൃഗങ്ങൾ വന്ന് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്തുവാടേ
ആ കാണുന്ന മല വേണം നമ്മൾ നടന്ന് കയറാനായിട്ട്. നിർത്തണ്ട വിട്ടോ, നിർത്തിയാലേ ആ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ശരിയാ. 2 മിനിറ്റ് നമ്മൾ നിൽക്കുമ്പോൾ വിചാരിക്കും എന്നാൽ ഒന്ന് ഇരുന്നേക്കാം. അതെ, ഇരിക്കുമ്പോൾ വിചാരിക്കും കിടന്നേക്കാം. കിടന്നേക്കാന്നല്ല, ഒരു 10 മിനിറ്റ് വിശ്രമിച്ചിട്ട് പോകാമെന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ 10-20 10-20 ആവും. അങ്ങനെ വന്ന കാര്യം നടക്കാതെ തിരിച്ചു പോകേണ്ടി വരും. രാത്രിയായി ഈ വഴി കൂടെ പോകാൻ പറ്റില്ല കേട്ടോ. അത് ശരിയാട്ടാ, ആ വഴിയും കറക്റ്റ് അറിയില്ല. അതാണ്, ഒരു ഊഹം വെച്ച് പോവുക. എത്തുമ്പോഴത്തെ വഴി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ് ഇപ്പം നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. എന്നാൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ ദിവസം എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ ഇങ്ങനെ നടക്കണ്ടേ. ഒരു 1.5 സംഭവം വരുമോ? എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ വലിയ പാടടവേ. എൻ്റെ പൊന്നടാവ് ഇത് നടന്നിട്ട് തീരുന്നില്ല കേട്ടോ. എളുപ്പമല്ല. ഓ മടുത്തു. ഓ എൻ്റെ അമ്മേ. ഒറ്റ സ്ട്രെച്ചിൽ പോവാം. ആണല്ലേ, ഇയാളൊക്കെ എങ്ങനെ പറയാം എന്ന് അവർ പറഞ്ഞതാണ്, നമുക്കറിയില്ല. മല കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടേ. അതെ അതെ, ഞങ്ങളെ ഇടുക്കിക്കാർ പറയും 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലം എത്തുമെന്ന് പറയും. ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ പറയും 1 കിലോമീറ്റർ കഴിഞ്ഞ് 2 കിലോമീറ്റർ ആയാലൂടെ ഇതെന്തുകൂടെ എത്താതെന്ന് ചോദിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഗ്രാമവാസികൾ 1 കിലോമീറ്റർ എന്ന് പറയും, നടന്നെത്തുമ്പോഴും അറിയാം 1 ആയിരുന്നു, 1.5 ആയിരുന്നു, 2 ആയിരുന്നു എന്നുള്ളത്. എൻ്റെ അമ്മേ, എന്തായാലും കൊള്ളാം വനത്തിലൂടെയുള്ളൊരു നടത്തം. പക്ഷേ ഭയങ്കര പച്ചപ്പ് തോന്നിക്കുക. ആ പച്ചപ്പുണ്ട്. എന്തായാലും കാര്യമോ, മഴയില്ലെങ്കിൽ ഇവിടെ നല്ല പച്ചപ്പുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഞാൻ പഠിച്ചിട്ട് പിന്നെ പറയാം. നല്ല വെയിലുണ്ട്, പക്ഷെ ഇവിടെ ഭയങ്കര പച്ചപ്പ്. അതെ അതെ, ചൂടോ സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ. ഈ ചൂടുകാലത്തൊക്കെ ഈ മല ഇങ്ങനെ കയറുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഈ മോനെ ഒന്നൊന്നര സുഖമായിരുന്നു, വേറെ ലെവൽ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ ഒരു ചെറിയ കൂളിംഗ് ഉണ്ട്. ആ അതുണ്ട്, മരമല്ലേ ഇത്ര നിൽക്കുന്നേ. അതെ, പക്ഷേ അടിവാരം ഒരു രക്ഷയില്ലേ. അതാണ്, ഇതിൻ്റെ താഴ്വരത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ചെരുപ്പിടാതെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ കാല് പൊള്ളിപ്പോവും, അത്രയും ചൂടാണ്. ടാറിട്ട റോട്ടിൽ കൂടെയൊക്കെ ചില ആൾക്കാർ ചെരുപ്പിടാതെ നടക്കുന്നത് കാണും. നമ്മൾ വിചാരിക്കും ഇവരെങ്ങനെ ഇത് നടക്കുന്നതെന്ന്. ഞാനത് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ ചെരുപ്പ് ഉരുട്ടൊന്ന് കാല് ടാറിട്ട റോട്ടിൽ നിന്ന് വെച്ച് നോക്കി. എൻ്റെ പൊന്നടാവെ ഒന്നും പറയണ്ടായിരുന്നു, കാല് പൊള്ളിപ്പോയില്ലെന്നേ ഉള്ളൂ. നല്ല ചൂടാണ് ഇവിടെ. എന്തായാലും അത്യുജ്വലമായിട്ട് നമ്മുടെ നടത്തം അങ്ങോട്ട് തുടരാം. അങ്ങനെ അവസാനം നടന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, 1.5 കിലോമീറ്റർ, അത്യാവശ്യം നല്ല ദൂരമുണ്ട് സുഹൃത്തുക്കളെ, നല്ല ദൂരമുണ്ട്. അങ്ങനെ ഈ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ, ഒരു 3-4 വീടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം നടന്ന് ഈ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ നിരാശപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരാരുമില്ല. എല്ലാവരും ആടുമാടുകളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിതാ ഒരു പലകയുടെ മുകളിൽ കയറി ഇപ്പോൾ ഇരിക്കുകയാണ്. തൊട്ട് മുന്നിലായിട്ട് ഒരു നായുണ്ട്. നായാണ് ഭയങ്കര കുരച്ച് അത് ക്ഷീണിച്ച് ഇപ്പോൾ തളർന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് കുരയ്ക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ കുരയൊന്ന് നിർത്തിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും നേരം വെയിറ്റ് ചെയ്തു. എന്തായാലും അവസാനം അത് മടുത്ത് കുര നിർത്തി ഇപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു തടിയുടെ മുകളിൽ കയറി നമ്മൾ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളത്. മടുത്തിട്ടിരുന്നല്ല, പേടിച്ചിട്ട് കയറിയിരുന്നതാണ്. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നായ വരുമെന്ന് പേടിച്ചിട്ട് ഇതിൽ കയറിയിരുന്നതാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ നായ കൂടാതെ 2-3 നായ്ക്കൾ ഇതിന് ചുറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം ഓടി വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി വന്ന് ഈ പലകയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു ഉയരമുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ചാടി കയറില്ല എന്നൊരു വിശ്വാസത്തിലാണ് ചാടി കയറി ഇരുന്നത്. എന്നാലും ഒരു പേടിയുണ്ട്. ഇപ്പോൾ എന്തായാലും കുരയ്ക്കുന്നില്ല. മറ്റു നായ്ക്കളൊക്കെ ആ ഒരു ഭാഗത്ത് എവിടെയോ നിൽപ്പുണ്ട്. ഭാഗ്യത്തിന് ഇവൻ കുര നിർത്തിയതുകൊണ്ട് മറ്റു നായ്ക്കളും സൈലൻ്റായിട്ടിരിക്കുക. ഇനിയിപ്പോൾ അവർ വരാതെ താഴേക്ക് ഇറങ്ങാനും പറ്റില്ല, തിരിച്ചു പോകാനും പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേമാർ ഓടി വന്ന് കടിക്കും. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ അഴിച്ചു വിട്ടിരിക്കുന്ന നായ്ക്കളെ കടിക്കുകയില്ലോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും കുറേ ദൂരം നടന്നിട്ടാണെങ്കിലും ഇത്രയും മനോഹരമായ ഒരു ചെറു ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. പക്ഷേ ആകെ നിരാശപ്പെടുത്തിയത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരെയും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഭയത്തോടെയാണെങ്കിലും നമ്മളിപ്പോൾ പേടിച്ചതിൻ്റെ മുകളിൽ ഇരിക്കുകയാണല്ലോ. താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ച് വിഷ്വൽസെങ്കിലും എടുക്കാമായിരുന്നു. വന്ന സമയത്ത് ധൈര്യം സംഭരിച്ച് 2-3 വിഷ്വൽസൊക്കെ എടുത്തു. പക്ഷേ ഇനി അങ്ങോട്ട് എടുക്കാനായിട്ട് ചെറിയൊരു പേടി. നമ്മൾ വന്ന സമയത്ത് ആ നായിനെ കെട്ടിയിട്ടേക്കുന്നത് കണ്ടതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വിഷ്വൽസ് എടുത്തത്.
പിന്നെ ഇതിൻ്റെ കുറേ അങ്ങ് ശക്തമായപ്പോഴത്തേനും അടുത്തുള്ള വീട്ടിലെ നായെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് അതിനെ അയച്ചു വിട്ടേക്കുമായിരുന്നു. നിവൃത്തിയില്ലാതെയാണ് ഇതിൻ്റെ ഇപ്പോൾ മുകളിൽ കയറിയിരിക്കുന്നത്. ആൻ്റെയൊക്കെ ആണെങ്കിൽ ചമ്മണം പിടിച്ചിരിക്കുകയാണ്. എനിക്കാണ് ചിരിയും വരുന്നുണ്ട്. ഒരുപാട് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാലേ മറ്റേ നായ്ക്കൾ ഇവിടെ വരും. നമ്മൾ പതുക്കെ സംസാരിക്കുന്നത്. മറ്റവൻ അവിടെ തളർന്നിരിക്കുക. വന്നപ്പോൾ തൊട്ട് ഒരു 15 മിനിറ്റ് നിർത്താതെയും കുറച്ച്. ശരിക്കും ഇങ്ങനെ ഉൾപ്രദേശത്തുള്ള ഗ്രാമങ്ങളിൽ നായ്ക്കളെ വളർത്തുന്നത് നല്ലതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് കയറുകയോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിന് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ നടന്ന് ഈ ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോഴേ കണ്ടില്ലേ അത് എത്രമാത്രം കുറച്ചു. അതാണ് നായയുടെ ഒരു ഗുണം. എന്തായാലും കുറച്ച് നേരം കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാം. ഇനി അവർ വരുമോ നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ച് നടക്കാം. തിരിച്ച് നടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ദൗത്യം. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴേ ഇവൻ കുറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് നടന്ന് ഇതിൻ്റെ ബൗണ്ടറി വിട്ടില്ലെങ്കിൽ മറ്റ് നായ്ക്കൾ പുറകെ വന്ന് കടിക്കാൻ സാധ്യതയുണ്ട്. നായ്ക്കളുടെ സ്വഭാവം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അഴിച്ചുവിട്ട നായ്ക്കൾ കടിക്കില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും അധികം വീടുകളില്ലല്ലോ. അപ്പോൾ അവറ്റകളൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കടിക്കാം, ചിലപ്പോൾ കടിക്കാതിരിക്കാം. റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. അതിൻ്റെ പേടിച്ചൊരു ഒരുപായിട്ടിരിപ്പുണ്ട്. എനിക്ക് പിന്നെ അത്ര പേടിയില്ല എന്നൊക്കെ ഞാൻ പറയെങ്കിലും ആദ്യം ഓടിക്കയറിയത് ഞാനാണ് കേട്ടോ. അത് വേറെ കാര്യം. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അവർ വരുവാണെങ്കിൽ നമുക്ക് അവരെ കണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചാടിക്കയറിയിരുന്ന പലക. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ലോക്കായിട്ടിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ഇവിടെ നിന്നോട്ട് പോകാനും പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ലോക്കായിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ്. എത്രയോ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് കോഴിയാണെങ്കിൽ വാ തുറന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞു പോലത്തെ അവസ്ഥ. അതാണ് ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി. എൻ്റെ ഇനി എന്ത് ചെയ്യുമല്ലേ നമ്മൾ ഉണ്ടായിരടാ. കോഴി പെട്ടിരിക്കുക. ഇവരൊന്ന് വന്നിരുന്നെങ്കിൽ ഇനി വീഡിയോ എടുത്തില്ലെങ്കിൽ തിരിച്ചെങ്കിലും പോകാമായിരുന്നു. കാട്ടിൽ കയറാൻ പോയ കോണിയില്ലേ, അത് കോഴിക്ക് കയറാൻ വെച്ച കോണി. ഞാനപ്പോഴാ പറഞ്ഞില്ലേ അതിന്റെ ആദ്യത്തെ പട്ടിയുടെ വായിലേക്ക് തന്നെ മൊത്തത്തിൽ കോമഡിയാണ്. ഈ കോഴിയെ ഞാൻ പട്ടി പറഞ്ഞിട്ട് കോണിയിരുപ്പല്ലേ. ഞാനതാ പറഞ്ഞത്. അതിൻ്റെ അതിൽ കയറരുത്, ഓടി വന്ന് ഇത് കയറിക്കാന്ന് പറഞ്ഞത്. കോഴിക്കൂടില്ലേ ശ്രദ്ധിച്ച കോഴി ആ മരത്തിന്റെ മുകളിലിരിക്കുന്ന രാത്രി അതിലാണ് ഇയാള് ചാടി കയറാൻ പോയത്. നമുക്കറിയത് കോഴിക്ക് ഇജാതി കോമഡിയൊക്കെയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എടേ ഇവരാനും വരുവോടേ. മൂപ്പരാൾ കുറയ്ക്കും നല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? അതാണ് മറ്റന്മാർ രണ്ടുപേരും ഇങ്ങോട്ട് വരും. ഇപ്പം അതിനിടയ്ക്ക് കോഴി ഇതിപ്പം ചെറുത്താനും കടലിൽ നടുക്കായല്ലോ. അതിൻ്റെ അങ്ങോട്ടും പോകാൻ പറ്റില്ല. നേരം വൈകിയാലും സീനാണ്, നമുക്ക് ഇറങ്ങണേ. അതാണ് കുഴപ്പം. പ്രശ്നം. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുക. വല്ലാത്ത ചതിയായിപ്പോയി ഇത്. തുടങ്ങി ഇല്ല, നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് ചിലപ്പം അവർക്ക് കേട്ട് കാണാം. ഈ നായ്ക്കൾ ഇവന്മാരാണ് പ്രശ്നക്കാർ. ഇവനൊന്നും അത്ര വിഷയമില്ല. ഇപ്പോൾ കുറയ്ക്കുന്നില്ല. ഇവിടെ നിന്ന് ഉറങ്ങുക വരച്ച് നടത്തിട്ട് വരുന്നില്ല കേട്ടോ. വരുന്നുണ്ട്. പിന്നെ വീണ്ടും കാലി രണ്ടും പൊക്കി തന്നെയല്ലേ വെച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ് എത്തി മോനെ. ഈശ്വര ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. തുടങ്ങി മറ്റോ തുടങ്ങി. ആ ക്ലീനൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആടുകൾ വരുന്നുണ്ടോ? ആടുകൾ വരുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അതാണ് കഴുത്തില ബെല്ലുള്ളായിരുന്നു. മണിയുള്ളതുകൊണ്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഗ്രാമത്തിലെ ചേട്ടന്മാരൊക്കെ ചേച്ചിമാരൊക്കെ വരുന്നുണ്ടാവും. ആശ്വാസമായെങ്കിൽ. ഇനി അതല്ല ആശ്വാസം, അവരെന്താ പറയുന്നറിയില്ല. അടുത്തത് ആരാണ് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്? എൻ്റെ പൊന്നെ ചേച്ചി തമിഴിലൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും മാത്രല്ല ഇത് വല്ല വേറെ വല്ല വിശ്വാസത്തിൻ്റെ വല്ല സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അടിയൊക്കെ കിട്ടിക്കഴിയും. അതാണ് കോമഡി. അങ്ങനെ അരമണിക്കൂർ നമ്മളിവിടെ ഇരുന്നു. കാര്യത്തിനൊരു തീരുമാനമായില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ഇല്ലായിരിക്കും, അവർ കുറച്ചുകൂടി കഴിയുമ്പോൾ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആടുമാടുകളൊക്കെ ഏകദേശം ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ മേയ്ക്കാൻ കൊണ്ടുപോയ ആളെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഇനി ആടിൻ്റെയും അതോടൊപ്പം തന്നെ മാടിൻ്റെയും കൂടെ അവർ പോയില്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. അല്ലെങ്കിൽ എന്തായാലും അവർ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. കാരണം തൊട്ടടുത്ത് തന്നെ ആടുമാടുകളൊക്കെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയതാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കുറച്ച് നേരം കൂടി നോക്കാമെന്ന് വിചാരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്.
സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നായി കടിക്കും, മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാളയുടെ കുത്തുകൊള്ളും. എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയാം. ഈ ഒരു ഗ്രാമത്തിൽ 1 വർഷം മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. കുറച്ചെങ്കിലും ആൾക്കാർ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആ വീഡിയോയുടെ തമ്പനയിൽ ഇങ്ങനെയായിരുന്നു: ഉറുമ്പുകൾ കാരണം ഉപേക്ഷിച്ച് പോയ ഒരു ഗ്രാമം. അതായിരുന്നു നമ്മുടെ വീഡിയോയിലെ തമ്പനയിൽ. അങ്ങനെ ആ ഒരു തമ്പനയിൽ കണ്ട് കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് പിന്നെയും ഉറുമ്പുകൾ ഉപേക്ഷിച്ച് പോയ ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നുള്ളത്. ഇവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ നിൽക്കുന്ന സ്ഥലം വേലായുധംപട്ടി എന്ന ഒരു ഗ്രാമത്തിലാണെന്ന്. ആ ഗ്രാമത്തിന് ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ചെറു ചെറു ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് വീടും അവരുടെ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് ആടുമാടുകളൊക്കെ ആയിട്ട് അവർ പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത സമയത്ത് ഒരു ഗ്രാമത്തിലെ ആൾക്കാർ മാത്രം പലായനം ചെയ്തില്ല. അവർ അവിടെ തന്നെ തുടർന്നു. അവർ പോരാടി, ഉറുമ്പുമായിട്ട് പോരാടി. മറ്റുള്ള ആൾക്കാർ ഉറുമ്പിനെ തുരത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവരാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരന്ന് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും 2-3 വർഷം മുന്നത്തെ ആയിരിക്കും ഈ കഥയൊക്കെ എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇത് ഒരുപാട് വർഷം മുന്നേ ഇവിടെ നിന്ന് ആൾക്കാർ പലായനം ചെയ്തു. ആ കാലഘട്ടത്തിൽ ഉറുമ്പുകളെ തുരത്താനുള്ള ഒരുപാട് മരുന്നുകളൊന്നും വിപണിയിൽ സുലഭമല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആകെ ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഉറുമ്പ് പൊടിയാണ്. അപ്പോൾ അവർ പരമാവധി ഉറുമ്പ് പൊടിയൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് ഒക്കെ നോക്കിയിട്ടും ഉറുമ്പുകളെ തുരത്താനായിട്ട് അവർക്ക് അന്ന് സാധിച്ചില്ല. അങ്ങനെ സഹി ഇട്ടിട്ടാണ് അവർ പലായനം ചെയ്തത്. അങ്ങനെ വേലായുധംപട്ടിക്ക് ചുറ്റുവട്ടത്തുള്ള കുറേ ഗ്രാമങ്ങൾ ഒഴിഞ്ഞുപോയി. ഒരു ഗ്രാമം ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രാമങ്ങളും ഒഴിഞ്ഞുപോയി. അങ്ങനെ ഒഴിഞ്ഞു പോകാത്ത ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ മലയെ ചുറ്റി ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഗ്രാമം മാത്രമാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാതിരുന്നത്. അവർ ഉറുമ്പുമായിട്ട് നല്ല രീതിയിൽ പോരാടി. അവർ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പരിശ്രമിച്ചു. അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അധികം ഉറുമ്പുകളെ ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പൂർണ്ണമായിട്ട് മാറിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇടയ്ക്ക് മുട്ടിനൊക്കെ ഉറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഉറുമ്പിനോട് പടപൊരുതി ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ അന്ന് വന്നപ്പം ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് ഈ ഒരു ഗ്രാമം മാത്രം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടും ഒഴിഞ്ഞു പോയില്ല, അല്ലെങ്കിൽ പലായനം ചെയ്തില്ല എന്നുള്ളത് നമ്മൾ പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ ഈ ഒരു ഗ്രാമം തേടിയെത്തിയത്. ഈ ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോഴത്തേനും ആൾക്കാരെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളാണ് കാണുന്നത്. വലിയ വീടുകളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള വീടുകളാണ്. നമ്മളവിടെ കണ്ടതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും. പിന്നെ സിമെൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സൈഡൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത് മുള കൊണ്ട് തന്നെയാണ്. മുള ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടാണ് അവർ സൈഡ് മറച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെയാണ് ഈ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വേലായുധംപട്ടിക്ക് അടുത്തുള്ള ഒരുപാട് ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് പോയെങ്കിലും ഈ ഒരു ഗ്രാമം മാത്രം ഉപേക്ഷിച്ച് പോയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ ഉറുമ്പെന്ന് പറയുന്നത് ക്രേസി യെല്ലോ ആൻസ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ പുളിയുറുമ്പ്, പുളിയുറുമ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ നാട്ടിലെ നീറെന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പല്ല കേട്ടോ. ആ ഒരു ഇനമല്ല. ജോനാൻ എന്നൊക്കെ പറയും. ഇത് കടിക്കൊന്നുമില്ല, ഇങ്ങനെ ഇക്കിളി കൂട്ടും. അതുകൊണ്ടാണ് അതിനെ ഇംഗ്ലീഷിൽ ക്രേസി യെല്ലോ ആൻസ് എന്ന് പറയുന്നത്. അതിങ്ങനെ ദേഹത്തുകൂടി കയറി ഇങ്ങനെ ഇക്കിളി ഉണ്ടാക്കും. ഇക്കിളി ഉണ്ടാക്കുന്നതൊക്കെ പോട്ടെ, അത് വേറൊരു കാര്യം കൂടി ചെയ്യും. അതിൻ്റെ സ്രവം, ഒരു ഫോമിക് ആസിഡ് അത് പുറപ്പെടുവിക്കും. അത് എപ്പോഴാണ് പുറപ്പെടുവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദേഹത്തോട് ഇങ്ങനെ അരിച്ച് കയറുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ അറിയാതെ ഇതിനിങ്ങനെ തട്ടിക്കളയും, അല്ലെങ്കിൽ തുടയ്ക്കും. ഈ തുടയ്ക്കുന്ന കൂട്ടത്തിൽ അതെന്ത് ചെയ്യും, നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കൊട്ടുമ്പോഴോ അതെന്ത് ചെയ്യും, ആ ഒരു സ്രവം പുറപ്പെടുവിക്കും. ആ ഒരു ഫോമിക് ആസിഡ് പുറപ്പെടുവിക്കും. അതിങ്ങനെ നമ്മുടെ ദേഹത്തും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ച് വ്രണമായി മാറും. അങ്ങനെ അന്നത്തെ കാലത്ത് കുറേ ആൾക്കാരുടെ കാലും കൈയുടെ കുറേ ഭാഗങ്ങളിലൊക്കെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ ഗ്രാമത്തിലുള്ളവർ ജീവിച്ചിരുന്നത് ആ ഒരു സമയത്ത്. ഞാൻ പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് ആടുമാടുകൾ, പിന്നെ കോഴി, മറ്റ് മൃഗങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചെറിയ വനമാണെന്ന്. ഇവിടെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പന്നി, അതോടൊപ്പം തന്നെ പാമ്പ്, ഉരകവർഗ്ഗങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ അപ്രത്യക്ഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണും അതിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഇത് അരിച്ച് അതിനെ ഇല്ലാതാക്കി. നമ്മൾ നടന്നു വരുന്ന വഴിയിലൊക്കെ വെറുതെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തു കൂടെ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ച് കയറും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അട്ട കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ആ അട്ടേനെ അതിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. മനുഷ്യനാകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാം, കൊട്ടിക്കളഞ്ഞോ അല്ലെങ്കിൽ ഓടി മാറിയോ ഒക്കെ രക്ഷപ്പെടാം. പക്ഷേ ഉരകവർഗ്ഗങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കണ്ണിലൊക്കെ ആ ഒരു ശ്രമം പോയി കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, കണ്ണൊക്കെ നശിച്ചു പോവുകയുള്ളൂ. അങ്ങനെ ഇവിടുത്തെ ഗ്രാമവാസികളുടെ ആടുകളുടെ മാടുകളുടെയൊക്കെ കണ്ണ് ഇല്ലാതായി. കോഴിക്കുഞ്ഞുങ്ങളും ആട്ടിൻ കുഞ്ഞുങ്ങളൊക്കെ
ചെറുപ്പത്തിലെ മരണപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വേലായുധംപട്ടി എന്ന ഗ്രാമത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നടന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ഗ്രാമം തേടി വന്നതിൻ്റെ ഒരു ചെറിയ കഥ അതാണ്. ഇനിയിപ്പോൾ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് വൈകിപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി തിരിച്ച് നടക്കാം. രാത്രിയായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യമായിട്ടല്ല ഈ ഒരു വഴിക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. ഒരു 5 മിനിറ്റോടെ നോക്കാൻ പറ്റുവാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. പിന്നെ അത് മാത്രമല്ല, ഒരാവശ്യം വന്നാൽ വിളിക്കാൻ പോലും മൊബൈലിന് റേഞ്ചില്ല. ജിയോ ഇല്ല, BSNL ഇല്ല, എയർടെൽ ഇല്ല. ഇനി VIക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു 3 കണക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് 3-ന് എന്തായാലും ഇവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചടക്കുകയാണ് കേട്ടോ. വേറെ നിവൃത്തിയില്ല. ഇനിയിപ്പം ഇരുട്ടായി തുടങ്ങി. ഒരുപാട് നേരം വൈകിപ്പിക്കുന്നില്ല. നായ എന്തോ കുരയ്ക്കുന്നില്ല ഭാഗ്യത്തിന്. കുരയ്ക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചോളൂ എന്താ കുരയ്ക്കാത്തതെന്ന്. കുറച്ച് ഇനി അവിടെ കിടന്ന് കുറച്ചോ പോയേക്കാം. ആരാ? മറ്റന്മാരല്ലേ, ബാക്കിലുള്ളവരല്ലേ. നമ്മൾ പോകുകയെന്ന് കണ്ടപ്പോഴത്തേനും അധികം കുറയ്ക്കുന്നില്ല ഭാഗ്യത്തിന്. വന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ കുറേ കാളകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ഇനി കാളയുടെ കുത്തോടെ കൊള്ളേണ്ടി വരുമോ? ഇത്ര നേരം നായനെ മാത്രം പിടിച്ചാൽ മതിയായിരുന്നു. എന്തോട്ടം ഓടണം, ആളുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടാകുമായിരിക്കാമല്ലേ. ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാമായിരുന്നു. ഈ വീട്ടിലെ ആളായിരിക്കും മിക്കവാറും. ഇപ്പം ആണ്ടേ കാളനും കാണാനില്ല. എന്തോ ഓട്ടോടാ ഇപ്പോൾ കൂടിയത്. പക്ഷെ എൻ്റെ പൊന്നെ, വല്ലാത്തൊരു വിചിത്രമായൊരു പ്രദേശം. അല്ല, ഉറുമ്പുകൾ ഇപ്പോൾ ഇതിലൂടെ ഒക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് ഗ്രാമത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും കണ്ടോ ഇവിടെയൊക്കെ നിറച്ച് ഉറുമ്പുകളായി. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഉറുമ്പുകളുണ്ട് കേട്ടോ. എവിടെയും നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തൂടെ ഇങ്ങനെ അരിച്ചു കയറും. ആൻറ്റോ, അതെ ആൻറ്റോ, മരം കയറ്റം അറിയാവോ? അല്ല, ഞാൻ പറയതേ, ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് ഓടി കയറാനായിട്ട് വേറെ മാർഗ്ഗമില്ലോ. ഇതുണ്ടോ, ഉറുമ്പുണ്ടോ? ഇയാൾ കണ്ടോ? അവിടെ നിന്നേ കണ്ടോ? ഇത് നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉറുമ്പ് വരും. ഞാൻ കാണിച്ചിടാവേ. ഇപ്പോൾ ഇയാൾക്ക് വിശ്വാസമായോ? മതി. ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇനി പണി കിട്ടാൻ നിൽക്കണ്ട. ഒന്നുമില്ലടേ, ഒന്നും പേടിക്കണ്ട. സ്ഥിരമായി കഴിഞ്ഞാലേ മറ്റേ കാലിലൊരു വ്രണമായി മാറും. കണ്ടോ, നിമിഷ നേരം കൊണ്ട് കയറിയില്ലേ? വിശ്വാസമായില്ലേ? ഇയാളല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലല്ലോ എന്ന്. വിശ്വാസത്തിന് ഇവിടെയൊക്കെ കണ്ടോ ഉറുമ്പിങ്ങനെ അരിച്ചു കയറുന്ന ദേഹത്തൂടെ കണ്ടോ? ഒരു സെക്കൻഡ് നിന്നാൽ മതി, എല്ലാം കൂടെ കയറിക്കോളും. എൻ്റെ പൊന്നടാവേ, ഒരു സെക്കൻഡ് പോലും വേണ്ട. പേടിക്കാതെ ആൻറ്റോ ഇങ്ങനെ. പേടിയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ചെറിയൊരു ഭയം. നമ്മൾ ഇവിടെ ഒന്ന് ഇരുന്നാണ് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ശരീരത്തു കൂടെ, അതായത് കാലിൻ്റെ അവിടെ നിന്ന് കയറി കൈ കൂടെ കയറി മുഖത്തു കൂടെയും കൈ കൂടെ കൂടുന്നുണ്ട്. തല വരെ എത്തും. എങ്ങനെയുണ്ട്? ഇതാണ് ഈ ഉറുമ്പുകളുടെ ഒരു പ്രത്യേകത. നമ്മുടെ അവിടെ ഒന്നും ഇതുപോലെ ഉറുമ്പുകളൊന്നും ഇത്രയും പെട്ടെന്ന് വന്ന് ദേഹത്തൂടെ കയറുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ ഒരു ഉറുമ്പ്. അങ്ങനെ പെട്ടെന്ന് വന്ന് ശരീരത്തിലേക്ക് കയറുന്നതായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഉറുമ്പുകൾക്ക് എന്തോ വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളോടും. അല്ലാതെ നമ്മൾ വന്ന് നിൽക്കുമ്പോഴത്തേന് ഇത്രയും എണ്ണം മുകളിലേക്ക് കയറണമെങ്കിൽ എന്താ ഇത് വെള്ളരിക്കപ്പെടണ? കണ്ടോ, ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കണ്ട, ഓടി രക്ഷപ്പെടാം, ചാടി പോവാം. വരൂ. എന്തായാലും അങ്ങനെ ഉറുമ്പുകളെയൊക്കെ കണ്ട് നമ്മൾ വന്ന വഴിയിലൂടെ, അതായത് കാട്ടിലൂടെ തിരിച്ചടക്കുകയാണ്. പക്ഷേ ആകെ ഒരു സങ്കടം ഇതാണ്, നമുക്ക് ആ ഗ്രാമത്തിൽ പോയിട്ട് ഒരാളെ പോലും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സങ്കടം. ആടുമാടുകളെ മേയ്ക്കുകയാണ് ആ ഒരു ഗ്രാമവാസികളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സമയത്ത് അവരെല്ലാം കാട്ടിൽ പോയിരിക്കുകയാണ്. ഇനി 6 മണിയൊക്കെ ആകുമ്പോൾ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ കഴിഞ്ഞു. നമുക്കിനി തിരിച്ച് നടന്ന് നമ്മുടെ ബാക്കി യാത്ര തുടരാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇനി പറയാനായിട്ടില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പാളിപ്പോയി എന്നുള്ളതാണ് സത്യം. ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. എത്തിച്ചേർന്നു, എന്നാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടം ഇതാണ്. നമ്മൾ ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാരോട് ചോദിക്കുമ്പോഴത്തേനും അവർ ഇത്രയും വർഷം അവിടെ താമസിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമല്ലോ, ഉറുമ്പുകൾ വന്നിട്ടും അവരെങ്ങനെ അവരെ പിടിച്ചു നിന്നു എന്നുള്ളതൊക്കെ. അതൊക്കെ നമ്മൾ നേരിട്ട് കേൾക്കുമ്പം അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും. നമുക്ക് ഊഹിച്ച് പറയാനൊന്നും പറ്റുമല്ലോ. അപ്പോൾ അവർ എന്താണോ പറയുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ഒരു ദൗത്യം നടന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സങ്കടം. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് നിരാശപ്പെട്ട് നമ്മൾ തിരിച്ചു നടക്കുന്നത്. സാരമില്ല, ഇനി ഒരു അവസരത്തിൽ വരുന്ന സമയത്ത് ആരെങ്കിലും താഴെയുള്ള ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഈ ഗ്രാമത്തിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ക്ഷമിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. തിരിച്ച് നടന്ന് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് വാഹനം എടുത്ത് നമ്മുടെ യാത്ര തുടരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം, അല്ലേണ്ടോ?
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ എവർക്കും ബൈ. എന്തായാലും നടന്ന് നമ്മുടെ വാഹനത്തിൻ്റെ അവിടെ എത്തി. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ, തിരിച്ചു പോവുകയാണ്. ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്കിനി പോകാനായിട്ട്. അങ്ങനെ പോകണം. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. സന്ധിക്കും വരെ വണക്കം.